ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേദിയാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അലുവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ അലുവ നമ്മൾ ചെയ്യുന്നത് നമ്മളെ വീട്ടിൽ ബാക്കി വരുന്ന ചോറുണ്ടാവുമല്ലോ, ആ ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ അലുവ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അലുവ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശർക്കര ഒന്ന് പാണിയാച്ചി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മൾ 1.5 കപ്പ് ചോറിനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 5 ഏലക്കയും കൂടി ഒന്ന് തോല് പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ശർക്കര പാണിയാച്ചിട്ട് അരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ചേർക്കുക. അപ്പോഴത്തേക്ക് ആ തോലൊക്കെ പൊക്കോളും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ആവണ്ട, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പരുവൊന്നും ആവണ്ട, ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മളിപ്പോൾ 1.5 കപ്പ് ചോറാണ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന് 1/2 കപ്പും കൂടി ചോറ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് മിക്സിയുടെ ജാലിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ നല്ല നാടൻ അരിയുടെ, ചുമന്ന അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെള്ള അരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏതാണ് ചോറെന്ന് വെച്ചാൽ ഏതിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഒരുമിച്ചിട്ടിട്ട് അരയ്ക്കേണ്ട, ചിലപ്പോൾ അത് നന്നായി അരഞ്ഞില്ല എന്ന് വരും. അപ്പോൾ ആദ്യം ഇത് അരച്ചതിന് ശേഷം ബാക്കി 1/2 കപ്പ് ചോറും കൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ, ഒരുപാട് വെള്ളം ആവണ്ട. പിന്നീട് നമ്മളൊന്ന് അരച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ, അപ്പോഴും വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, അല്ലാതെ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഇതിപ്പോൾ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ശർക്കര ഇപ്പോൾ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്നും കത്തിക്കേണ്ട കേട്ടോ, ഇപ്പോഴേ നമുക്ക് ഫ്ലെയിം ഒന്നും വേണ്ട. അല്ലാതെ ഒരു പാനിലേക്ക് ഇതുപോലെ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത ആ ചോറുണ്ടല്ലോ, അത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കട്ട പിടിക്കുമോ എന്നുള്ള പ്രശ്നമല്ല. ഇതിപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെയാണല്ലോ നമ്മൾ ശർക്കര പാനി അരിച്ചെടുത്തത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് കുറയും. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിന് നന്നായി ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മളുടെ പുട്ടിൻ്റെ പൊടിയില്ലേ, പുട്ടിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടി ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ 2 സ്പൂൺ അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, അതൊന്ന് കലങ്ങി വരാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതുപോലെ നല്ല പേസ്റ്റായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇതാണ് നമ്മൾ ആ അലുവ ഒന്ന് കുറുകി വരാനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് കോൺഫ്ലോർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കണ്ട. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. കാരണം തീ കൂടുതലാണെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ കോൺഫ്ലോറാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി വരും. പക്ഷേ എല്ലാവരുടെ വീട്ടിലും കോൺഫ്ലോർ ഉണ്ടാവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത്. കോൺഫ്ലോർ ആണെങ്കിൽ നമ്മൾ ഇതിന് പകരം 2 സ്പൂൺ കോൺഫ്ലോർ എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കലക്കി വെച്ചാൽ ഫുള്ള് ചേർക്കണം കേട്ടോ, കുറേശ്ശെ ചേർക്കുന്നു എന്ന് മാത്രം. നമ്മൾ എടുത്ത 2 സ്പൂൺ അരിപ്പൊടി മിക്സും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ഫുള്ള് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് നമ്മൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ 1 സ്പൂണേ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തോളൂ, ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം. ഇതൊന്ന് കുറുകി വരട്ടെ. ഇതിപ്പോൾ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ പലപ്പോഴായിട്ട് 5 സ്പൂൺ നെയ്യാണ് ടോട്ടൽ ചേർത്തത്. അപ്പോൾ നമ്മൾ എത്രത്തോളം നെയ്യ് ചേർക്കുന്നോ അത്രത്തോളം നമ്മളുടെ അലുവ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ പലപ്പോഴായിട്ട് 5 സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഡ്രൈ ആയി പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴേക്കും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച അലുവയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് പാത്രത്തിൽ നെയ്യ് തടവുന്നതെന്ന് വെച്ചാൽ ഇത് സെറ്റായി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് ഇളക്കി എടുക്കണമല്ലോ. അപ്പോൾ ആ ഇളകി വരാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാത്രത്തിൽ നെയ്യ് തടവി കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ്ക്ക് പകരം എണ്ണ വേണമെങ്കിൽ നമുക്ക് തടവി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ സ്പൂണിലും കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായി നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. സൈഡൊക്കെ നല്ലപോലെ ഇതിപ്പോൾ നന്നായി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അലുവ കിണ്ടി എടുക്കുന്ന ആ ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ലാസ്റ്റ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അലുവയുടെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ മുന്തിരിങ്ങ ആഡ് ചെയ്യുന്നില്ല, അണ്ടിപ്പരിപ്പ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാകുമ്പോൾ ഇത് തണുത്ത് വരുമ്പോൾ നല്ല സെറ്റായിട്ട് വരും. ഇനി ഇത് നമുക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അലുവ ഇപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അലുവയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അരി അലുവയുടെ അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അലുവയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അലുവയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്